നമസ്കാരം പ്രേക്ഷകരെ, ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ഓഡിയോ കേൾപ്പിക്കാം. അത് വളരെ അത്യാവശ്യമാണ്, അത് കേൾക്കേണ്ടതുമാണ്. മാറ്റാനുള്ളതല്ല. ഈ സിലിണ്ടറുകളുടെ കാര്യം പറയുമ്പോൾ 10 കോടി സിലിണ്ടറുകൾ വിതരണം ചെയ്തു. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സിലിണ്ടർ ലഭിച്ച ആളുടെ മീരാ മഞ്ജുരിയുടെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വാർത്ത സൃഷ്ടിക്കാൻ ഒരു പേരും ഒരാളും ആവുകയാണ്. നമ്മൾക്ക് ആർക്കും അതില്ല. 10 കോടിയിലെ അവസാനത്തെ ആളാണ്. കേരളത്തിൽ ഒരാളെ കാണിച്ചു തരാമോ? അതാ പറയുന്നത്, അവസാനത്തെ സിലിണ്ടർ കിട്ടിയ ആളാണെന്നാണ് പറയുന്നത്. അവസാനത്തെ സിലിണ്ടർ ആ സിലിണ്ടർ കിട്ടിയ ആൾക്കാർ. ഇത് പഴശ്ശിനാട് ഗ്യാസ് ഏജൻസി അല്ലേ? അതെ, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്. ഈ ഉജ്ജ്വൽ യോജന പ്രകാരം നിങ്ങളുടെ എജൻസിയിൽ നിന്ന് എത്ര കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? ഉജ്ജ്വല യോജന പ്രകാരം ഈ വർഷമാണോ മൊത്തമാണോ? മൊത്തം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് രാജീവ്. എവിടുന്നാ? ഇവിടുന്ന് ആയത്തിൻചാലിന്നാ വിളിക്കുന്നത്. ആയത്തിൻചാലിന്ന് രാജീവ് വിളിക്കുന്ന ഉജ്ജ്വല യോജന പ്രകാരം എത്ര കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? ആരാന്നറിയില്ല, ഒരാൾ വിളിക്കുന്ന. ഹലോ. 900-ന് മേലെയായി ഇപ്പം കൊടുത്തത്. 900-ന് മുകളിൽ പേരാവൂർ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. പേരാവൂർ പഞ്ചായത്തല്ലേ, നമ്മുടെ പേരാവൂർ ഏജൻസിയില് അല്ലെ? പഴശ്ശിനാട് ഏജൻസിയിൽ 900-ലധികം പേർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം 6 പേർക്ക് മറ്റേ കൊടുത്തിരുന്നല്ലേ? അത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഇന്നും കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒന്നും വരാത്തവർക്ക് ഇന്നും കൊടുക്കും. അതെ അല്ലേ? പേപ്പർ വർക്ക് ആയവരുടെ മുഴുവൻ കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ. അത് ഈ ആഴ്ച ഇനിയും കൊടുക്കാനുണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് 900, 1000-ന് മേലെ കൊടുത്തു. 1000-നടുത്തായി. 1000-നടുത്തായി അല്ലേ? ഓക്കെ. താങ്ക് യു. A few moments later. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സാർ, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യത്തെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? മീറ്റിംഗിലായിരുന്നു, പെട്ടെന്ന് പറയാം. സാർ, ആ ഉജ്ജ്വൽ യോജന പ്രകാരം കേരളത്തില് ഇതുവരെ ഒരാളെ കാണിച്ചു തരാമോന്ന് ചോദിച്ചു. പബ്ലിക്കാവുന്നുള്ള ജനങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനൊരു മറുപടി പറയാന്ന് കരുതിയിട്ടാണ്. പേരാവൂർ ഗ്യാസ് ഏജൻസി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ IOC, അവിടെ ഇതുവരെ അവരുടെ ഏജൻസിയിൽ മാത്രമായിട്ട് 900-ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വോയിസ് വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ റെക്കോർഡായിട്ട് അയച്ചു തരാം. സാർ, എന്തിനാണ് ഈ ഇത്തരം കള്ളത്തരങ്ങൾ ഈ രീതിയിലൊക്കെ പറയാൻ നിൽക്കുന്നത്? പൊതുജനങ്ങൾ കാണില്ലേ, കേൾക്കില്ലേ? ലേശം ഉളുപ്പ് വേണ്ടേ? ആർക്ക് വേണ്ടിയിട്ടാ ഈ കൂടുതൽ ഒത്തുന്നത്? ഏത് രീതിയിലാണ്? ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു വോയിസ് റെക്കോർഡ്. ആ വോയിസ് നോട്ടിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ആദ്യം ഈ ഒരു ചർച്ച നടക്കുന്നു, റിപ്പോർട്ട് ചാനലുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുന്നു. ആ ചർച്ച നടക്കുന്നത് തന്നെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ്. ആ ചർച്ച നടക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം 10 കോടി കണക്ഷൻ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പ്രകാരം കൊടുക്കുന്ന ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ഗ്യാസ് കണക്ഷനെക്കുറിച്ച് സ്മൃതി പരുത്തിക്കാട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത അപ്പോൾ നികേഷ് കുമാറിനാണ്. നികേഷ് കുമാർ ആ സമയത്തിന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരാളുടെ പേര് അല്ലെങ്കിൽ 2 പേർക്ക് കൊടുത്ത ആരെങ്കിലും 2 പേരുടെ പേരൊന്ന് പറയാമോ? കേരളത്തിൽ ഈ 10 കോടി ജനങ്ങൾക്ക് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയോടുള്ള ചോദ്യം പോലെയാണ് ആ ചോദ്യം നികേഷ് കുമാർ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ ഇപ്പോൾ കാണിച്ച വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഓഡിയോയിൽ പറയുന്ന രാജീവ് എന്ന ചെറുപ്പക്കാരൻ കണ്ണൂരിലുള്ളതാണ്. അദ്ദേഹം കണ്ണൂരിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചു ചോദിക്കുന്നു, ഇവിടെ നിന്ന് നിങ്ങൾ എത്ര കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന്. പേരാവൂർ പഞ്ചായത്തിൽ ഏകദേശം 900 മുതൽ 1000 പേർക്ക് വരെ കണക്ഷൻ അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഈ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമാണ് എന്ന് പറയുന്നു. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും, അതായത് ആ IOCയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഗ്യാസ് ഏജൻസിയിൽ നിന്നും രാജീവ് എന്ന കണ്ണൂരിലെ ആ ചെറുപ്പക്കാരന് ലഭിക്കുന്ന വിവരം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അടുത്ത വിളിക്കുന്നത് നികേഷ് കുമാറിനെയാണ്. റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറിനെ വിളിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ താങ്കൾ ചോദിച്ചിരുന്നല്ലോ, ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നികേഷ് കുമാർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കേരളത്തിൽ അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉജ്ജ്വൽ യോജന പ്രകാരം ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു രാജീവ് എന്ന ചെറുപ്പക്കാരൻ ടെലിഫോണിലൂടെ നികേഷ് കുമാറിന് കൊടുക്കുന്നത്. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ചോദിക്കുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യം ഇവിടുത്തെ സമൂഹം കാണുന്നതാണ്.
കാണുന്നുണ്ട് എന്നെങ്കിലും താങ്കൾ മനസ്സിലാക്കേണ്ടതല്ലേ? പേരാവൂർ പഞ്ചായത്തിൽ മാത്രം, അതായത് സഖാക്കന്മാരും സഖാത്തികളുമൊക്കെ ഒരുപാട് വാണരുളുന്ന ഒരു സ്ഥലമാണ് കണ്ണൂരിലെ പേരാവൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലം. ആ പേരാവൂരിൽ മാത്രം ഏകദേശം 900 മുതൽ 1000 പേർക്ക് വരെ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പ്രകാരം ഇപ്പോഴും അവിടെ കണക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് അയച്ചു തരാം എന്നുകൂടി രാജീവ് എന്ന ചെറുപ്പക്കാരൻ നികേഷ് കുമാറിനോട് പറയുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ അത് കേട്ടിരിക്കുകയാണ് നികേഷ് കുമാർ. മാത്രമല്ല, ഈ ചെറുപ്പക്കാരനും അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ അധമ മാധ്യമ പ്രവർത്തനം നടത്തേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത്? ഇങ്ങനെയാണോ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴലൂതുന്നത്? ഇങ്ങനെ കുഴലൂതി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് നികേഷ് കുമാറിനോട് ചോദിക്കുമ്പോൾ ഒരക്ഷരം തിരിച്ചു മറുപടി പറയാതെ മൂളൽ മാത്രമാക്കി മാറ്റി ആ ടെലിഫോൺ കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കേട്ടത്. എന്തിനാണ് ഇങ്ങനെ നാറാൻ നിൽക്കുന്നത് നികേഷ് കുമാർ എന്നൊരു ചോദ്യമാണ് ഇതിലൂടെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. മാധ്യമപ്രവർത്തനം എല്ലാവരും നടത്തട്ടെ, നടത്തണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പറയുമ്പോൾ ചില കാര്യങ്ങളിൽ വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകൾ മറച്ചു വയ്ക്കാതെ സത്യസന്ധമായി പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അപ്പോൾ മാധ്യമധർമ്മം നഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മാധ്യമധർമ്മം നിങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നികേഷ് കുമാറിനെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്ന് എന്താണോ ജനം ആഗ്രഹിക്കുന്നത് അതല്ല താങ്കൾ കൊടുക്കുന്നത് എന്നാണ് രാജീവിനെ പോലൊരു പൊതുപ്രേക്ഷകൻ പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, 10 കോടി ജനങ്ങൾക്ക് ഉജ്ജ്വൽ യോജന പ്രകാരം കണക്ഷൻ ലഭിച്ചു എന്ന് പറയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നികേഷ് കുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകുന്നത് എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ 10 കോടി ജനങ്ങളിലെ 10 കോടിയാകുന്ന ആ ആളിൻ്റെ വീട്ടിലേക്ക് എത്തുകയും അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമായപ്പോഴാണ് അങ്ങനെ ഒരാളെ നമുക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് നികേഷ് കുമാർ എത്തുന്നതും നികേഷ് കുമാറിന് വേണ്ടിയിട്ട് ആ റിപ്പോർട്ടുകളടക്കം കണ്ണൂരിലെ പേരാവൂരിൽ നിന്ന് രാജീവൻ എന്ന ചെറുപ്പക്കാരൻ ശേഖരിക്കുന്നതും ഈ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതും കണ്ടം വഴി നികേഷ് കുമാർ ഓടുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഇപ്പോൾ 10 കോടി ജനങ്ങളിലേക്ക് എത്തി അല്ലെങ്കിൽ 10 കോടി വീടുകളിൽ എത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു വീട്ടിൽ 3-4 പേർ ഉണ്ടെങ്കിൽ കൂടിയും 40 കോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ളൊരു പദ്ധതി എത്തിയിരിക്കുന്നു. അതിനെ അംഗീകരിക്കണ്ടേ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ? അതിനെക്കുറിച്ച് എന്താണെന്നെങ്കിലും മനസ്സിലാക്കുവാനുള്ള ഒരു കെൽപ്പെങ്കിലും ഉണ്ടാകണ്ടേ ഓരോ മാധ്യമ പ്രവർത്തകർക്കും? ഇന്ന് നമ്മൾ കാണുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ആരെയെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ആർക്കെങ്കിലും വേണ്ടി കുഴലൂതാൻ വേണ്ടിയിട്ടുള്ളതാണോ? നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അവരറിയട്ടെ, അവിടെ BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ വ്യത്യാസം വേണ്ട. പിണറായി വിജയൻ സഖാവ് ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തികൾ ഉണ്ടെങ്കിൽ ആ നന്മയുള്ള പ്രവർത്തികൾ ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിയുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അവ ജനങ്ങൾ അറിയണം. അപ്പോൾ അതിൽ BJP-കാരനാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. RSS-കാരനാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. യുവമോർച്ചക്കാരനാണ് എന്ന് പറഞ്ഞ് അവരെ പിടിച്ചു പുറത്താക്കേണ്ട ആവശ്യവുമില്ല. പകരം അവർ കൂടി ചേരുന്നതാണ് ഈ സംവിധാനം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ? ചില മാധ്യമ പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് ചൊറിച്ചിലുണ്ടാകുന്നത്? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടുത്തെ സമൂഹം ചോദിക്കുന്നതാണ്, സാധാരണ പ്രേക്ഷകൻ ചോദിക്കുന്നതാണ്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ ഏത് വലിയ മാധ്യമ പ്രവർത്തകനാണെങ്കിലും. കാരണം കളവ് പറഞ്ഞ് നുണ പറഞ്ഞ് മുന്നോട്ട് പോകരുത്. നമ്മൾ കളവ് പറയുകയും നുണ പറയുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ കണ്ടതാണ് കഴിഞ്ഞ 36 ദിവസം. കാരണം ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന മുഖ്യമന്ത്രിയായി ഈ പിണറായി വിജയൻ മാറുന്നത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലടക്കം കണ്ടപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം വിധിയെഴുതില്ലേ, വിലയിരുത്തല്ലേ പിണറായിയെ? അങ്ങനെ വിലയിരുത്തുമ്പോൾ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാകാറുണ്ട്. അവരത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടർമാർക്കെതിരെ, ആ മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്ത് അവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ത് മാധ്യമധർമ്മത്തിൻ്റെ പേരിലാണ്? എന്ത് മാധ്യമധർമ്മമാണ് അവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കാട്ടുന്നത്? അത്തരത്തിൽ മാധ്യമത്തിൻ്റെ വായടപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് വരെ കുഴലൂത്തുകാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുന്നു എന്നുള്ളതും വിരോധാഭാസമാണ്. എന്തിന് പിണറായി വിജയനെ ഭയക്കണം? എന്തിന് പിണറായി വിജയന് വേണ്ടി കുഴലൂതണം? ഇതൊക്കെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കും. ഇവിടെ നിങ്ങളാരും നരേന്ദ്രമോദിക്ക് വേണ്ടി കുഴലൂതണ്ട,
നരേന്ദ്രമോദിക്ക് വേണ്ടി അല്ലെങ്കിൽ BJPക്ക് വേണ്ടി, യുവമോർച്ചയ്ക്ക് വേണ്ടി, RSSന് വേണ്ടി നിങ്ങൾ ആരും കുഴലൂതുണ്ട എന്ന് അവർ തന്നെ പറയുകയാണ്. കാരണം അവരെ ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കുഴലൂത്ത് നടത്തി എത്ര വോട്ട് സമ്പാദിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. നികേഷ് കുമാറിനെ കണ്ടം വഴി ഓട്ടിക്കുന്ന രാജീവ് എന്ന ചെറുപ്പക്കാരൻ വൈറലാവുകയാണ്. കാരണം ഇങ്ങനെ നുണ പറയാൻ പാടില്ല. ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ, ഒരു പൊതുമാധ്യമത്തിൽ കയറിയിരുന്നിട്ട് 10 കോടി ജനങ്ങൾക്ക് ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിച്ചുവെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹം BJPയുടെ നേതാവായിരിക്കാം, പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറയുന്ന ആ വാചകത്തെ, ആ റിപ്പോർട്ടിനെ, ആ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കാൻ കഴിയാതായി പോകുന്ന അധമ മാധ്യമ പ്രവർത്തനമല്ലേ അങ്ങനെയെങ്കിലും നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയൻ പറയുന്നതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ കേൾക്കണമെന്ന് ശഠിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നുണ പറയുന്ന പിണറായി വിജയനെ പോലും അംഗീകരിക്കുന്ന ഒരു നാടാണ് കേരളം. അങ്ങനെ ഇന്ത്യയിൽ മുഴുവനും 10 കോടി ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സഹായം ലഭിച്ചിരിക്കുന്നു. ഏകദേശം 40 കോടി ജനങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 10 കോടി വീടുകളിലേക്ക് എത്തപ്പെടുമ്പോൾ 4 പേർ വെച്ചാണെങ്കിൽ ഒരു വീട്ടിൽ 40 കോടി ജനങ്ങൾക്കാണ് അതിൻ്റെ ഉപയോഗം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ 40 കോടി ജനങ്ങൾക്ക് ലഭിക്കുന്ന ആ ഉപകാരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവിടുത്തെ ഈ അധമ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെന്ന് ഈ പൊതുസമൂഹം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ആരുടെ മൂട് താങ്ങാനാണ് നിങ്ങളിങ്ങനെ ശ്രമിക്കുന്നത്? ആരെ ഉയർത്തിക്കാട്ടുവാനാണ് നിങ്ങളിങ്ങനെ ശ്രമിക്കുന്നത്? അവരെയൊന്നും ഉയർത്തിക്കാട്ടിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ഈ 10 കോടി ജനങ്ങൾക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ ലഭിച്ചില്ല എന്ന് നിങ്ങൾ വാതോരാതെ എത്ര വട്ടം പറഞ്ഞാലും, അന്തം കമ്മികൾ എത്ര വട്ടം വിളിച്ചു പറഞ്ഞാലും, ഇവിടുത്തെ സാധാരണക്കാരന് അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിധി എഴുതും. അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഉജ്ജ്വൽ യോജന പ്രകാരമാണ്, അത് പ്രധാനമന്ത്രി നൽകിയതാണ് എന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഗീർവാണത്തിനൊന്നും ഇവരാരും കാതു തരില്ല എന്നുകൂടി പറയട്ടെ. അതുകൊണ്ട് നിർത്തുക ഈ കുഴലൂത്ത്.